അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കവായി ഐറ്റംസ് ആണ്. ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കിയ കവായി ഐറ്റംസ് അല്ല ഞാൻ ഈ ബോക്സിൻ്റെ അകത്താണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ കവായി സ്റ്റിക്കർ ഞാൻ വാങ്ങിയതാണ്. 170 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ വില കുറഞ്ഞ് കിട്ടും. ആമസോണിലും ഇച്ചിരി വില കൂട്ടി കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കവായി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് ഞാൻ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു സ്കുഷ്മാളമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒറ്റ കവായി സ്റ്റിക്കർ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മേടിച്ചതിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് കോട്ടൺ നിറച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് സ്ലീപ്പി പ്രിൻസസിൻ്റെ ടീമിൽ. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ ഭയങ്കര സ്കുഷിയാണ്. എത്ര എറിഞ്ഞാലും പൊട്ടത്തില്ല കേട്ടോ. ഞാൻ ടേപ്പ് വെച്ചൊട്ടിച്ചുകൊണ്ടാണ്. ഭയങ്കര സ്കുഷിയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം കാണാം. ഇതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ ആണ്, പക്ഷേ കളർ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു കിരീടം ഉണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഇതുകൊണ്ടോ നിങ്ങൾക്ക് ഫണ്ണി ആവാൻ വേണ്ടി മസ്റ്റാഷ് ഉണ്ട്. ഇതുകൊണ്ടോ മസ്റ്റാഷ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ തന്നെ. ഇത് നമ്മുടെ കിരീടമാണ്. ഇത് പെണ്ണായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് പെണ്ണായിട്ടാണല്ലോ തോന്നുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആണ് വേണേലും ആക്കാം. ഇതൊക്കെ ഞാൻ ടേപ്പ് വെച്ചിട്ടാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. മസ്റ്റാഷും കൂടെ വെക്കുമ്പോഴത്തേക്കും ഇത് ചെറുക്കനാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ ചെറുക്കനായി. ഇത് പെണ്ണും ഇത് ചെറുക്കനും. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല ലുക്കല്ലേ? അപ്പം നമുക്കിനി അടുത്ത കാര്യം കാണാം. ഇത് ഞാൻ എന്തിനാ ഒട്ടിച്ചെന്ന് ചോദിച്ചാൽ, നമുക്കിങ്ങനെ വേണമെങ്കിൽ ബാഗിൽ പിന്നായിട്ട് കുത്താം. പക്ഷെ ഞാൻ എൻ്റെ പിന്നിൻ്റെ സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ പിന്നെ ആക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാവേ. അത് ഈ സ്റ്റിക്കേഴ്സ് കിട്ടണമെങ്കിൽ ഞാൻ ഈ കവായി സ്റ്റിക്കറിൻ്റെ അകത്ത് നിന്ന് എടുത്താണ്. റെഡ്, ബ്ലൂ എന്ത് കളർ വേണേലും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ എന്തിൻ്റെയൊക്കെ പിന്നാക്കുന്നതും കീ ചെയിൻ വരെ ആക്കാം കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാവേ. അപ്പം നമ്മൾ അടുത്തത് വരാൻ പോണത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ പ്രത്യേകത പല കളറുണ്ട്. ഗ്രീൻ, ബ്ലൂ, പിങ്ക്, പിന്നെ വേറൊരു ടൈപ്പ് പിങ്ക്, പിന്നെ വയലറ്റ്, പിന്നെ റെഡ്. അപ്പോൾ ഇതിന് പല കളറുണ്ട്. ഇതിൻ്റെ അകത്ത് കോട്ടൺ ഉണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കിയാലും ഒന്നും പറ്റത്തില്ല കേട്ടോ. നല്ല സ്കുഷിയാണ്. ഇത് എറിഞ്ഞ് കളിക്കാനൊക്കെ കൊള്ളാം. പക്ഷേ കട്ടിലടിയിലൊക്കെ പോകും കേട്ടോ. അല്ലെങ്കിൽ സെറ്റിയുടെ അടിയിലോ എവിടെയെങ്കിലും പോകുമായിരിക്കും. കാരണം ഇത് ചെറുതായതുകൊണ്ട്. പിന്നെ അത് കൂടെ തന്നെ സെയിം തിങ് ആണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കി ലവിൻ്റെ. അത് ഫുൾ ലവിൻ്റെ ഡിസൈനാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ സ്കുഷി പെന്നാണ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്താണ്. ഈ പെന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ വേറൊരു സാധാരണ എഴുതുന്ന ഒരു പെൻ മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ നിബ്ബ് ഇതിൻ്റെ അകത്തോട് ഒട്ടിച്ച് വെച്ചതാണ്. ഇത് കണ്ടോ, നല്ല സ്കുഷി പെന്നാണ്. അപ്പം നമുക്ക് എഴുതുമ്പോഴൊക്കെ നമുക്ക് നല്ല സുഖമായിരിക്കുമേ. ഇത് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇത് കണ്ടോ തെളി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എൻ്റെ ക്യാപ്പ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഈ പെന്നിൻ്റെ ഈ ഭാഗം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇച്ചിരി നീട്ടം കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ നീട്ടം കുറയ്ക്കാൻ വേണ്ടി അത് കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് ഇങ്ങനെ അടയ്ക്കാൻ പറ്റി. അതുകൊണ്ടാണ് അത് ക്യാപ്പായത്. ക്യാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് വരാൻ പോണത് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ചുമ്മാ ഒട്ടിച്ചാണ്. ഈ സ്റ്റാർസൊക്കെ ഞാൻ വേറെ എന്തിൻ്റെയോ ഒക്കെ കവറിൽ നിന്ന് കണ്ട് കിട്ടിയതാണ്. ഞാൻ കട്ട് ചെയ്തെടുത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉപകാരപ്പെടുമായിരിക്കും. പിന്നെ ഈ ചെറിയൊരു പ്ലാസ്റ്റിക് ഇതില്ലേ ബാഗ്, ഇത് ഞാൻ മേടിച്ചതാണ്. തന്നെയായിട്ട് മേടിച്ചാട്ടോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ചാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ബ്ലൈൻഡ് ബാഗ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ ഇട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ബോക്സിൻ്റെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ ഒട്ടിച്ചതാണ്.
പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കി. പേപ്പർ വെച്ച് തന്നെയാണ്. എൻ്റെ ബുക്കിന് നെയിം സ്ലിപ്പ് ഇല്ലായിരുന്നു കേട്ടോ. നെയിം സ്ലിപ്പ് ഇല്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ അതിനെ ഈ കവായി സ്റ്റിക്കർസ് വെച്ച് ഉപകാരപ്പെടുന്നതുകൊണ്ട് ഞാനത് വെച്ചുണ്ടാക്കി. ഇതുകൊണ്ടോ, എൻ്റെ പേര് അന്നവിയനൂർ എന്നാണ്. എൻ്റെ സ്കൂൾ റഫ് ബുക്കാണ്. പിന്നെ ഞാൻ LSSനുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലാണ്. കണ്ടോ, ഇതെൻ്റെ LSS ബുക്കാണ്. കുറച്ച് GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളേ. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് കവായി സ്റ്റിക്കർ വെച്ച്. അപ്പം നിങ്ങൾ കവായി സ്റ്റിക്കർ മേടിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് നിങ്ങൾ ഓർത്തേക്കില്ല കേട്ടോ. നല്ല ഉപകാരപ്പെടുവേ. കണ്ടോ, ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ നെയിം സ്ലിപ്പും ഇപ്പം ഇന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ബൈ ബൈ.